ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പലതിൻ്റെയും വർജനത്തിൻ്റെ കാലഘട്ടമാണ്, അല്ലെ കാലയളവാണ് വിശുദ്ധ നോമ്പിൻ്റെ സമയം. മദ്യപാനം നമ്മളെ നാശത്തിലേക്ക് നയിക്കുന്നതാണ്. പൗലോസ് ശ്ലീഹ റോമക്കാർക്കെഴുതിയ ലേഖനത്തിൽ സൂചിപ്പിക്കുകയാണ്, ആസക്തികൾ, ലഹരിയുടെ ആസക്തികൾ, മദ്യപാനത്തിൻ്റെ ആസക്തികൾ, ജഡമോഹങ്ങൾ, വിഷയാസക്തമായ കാര്യങ്ങൾ, കലഹങ്ങളിൽ, അസൂയയിൽ ഇതൊക്കെ ഏർപ്പെടുമ്പോൾ നമ്മുടെ ആത്മീയത നഷ്ടപ്പെടുകയും ലോകത്തിൻ്റെ വ്യാമോഹങ്ങളിൽ നാം ആയിത്തീരുകയുമാണ് ചെയ്യുക. നോമ്പുകാലം, വിശുദ്ധ നോമ്പുകാലം ഫലപ്രദമായി തീരുവാൻ വേണ്ടി വർജനം വളരെ അത്യാവശ്യമാണ്. വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മദ്യവും അതുപോലെ തന്നെ മറ്റ് ലഹരി വസ്തുക്കളും അല്ലെങ്കിൽ മയക്കുമരുന്നും ഇവയിൽ നിന്നെല്ലാം മോചനം നേടുവാൻ വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും കുടുംബത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മധ്യസ്ഥം വച്ച് പ്രാർത്ഥിക്കുവാനും ഉപവാസമെടുക്കുവാനും കൂടുതൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാനുമുള്ള ഒരു കാലയളവാണ് ഈ വിശുദ്ധ നോമ്പുകാലം. വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മദ്യവും മയക്കുമരുന്നും അവയുടെ ഉപയോഗവും വ്യാപനവും പൊതുജീവിതത്തിൽ ഉണ്ടാകുന്ന മൂല്യശോഷണവും പൊതുജീവിതത്തിലെ അഴിമതിയുടെ വ്യാപനവുമെല്ലാം സമൂഹത്തെ കാർന്നു തിന്നുന്ന മഹാവിപത്താണ്. ഇവയിൽ നിന്ന് മോചനം നേടുവാൻ വേണ്ടി അന്ധകാരത്തിൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് പ്രകാശത്തിൻ്റെ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി നമ്മൾ ജാഗരൂകരായിരിക്കണം. ഈ നോമ്പുകാലം നമ്മൾക്ക് വർജനത്തിൻ്റെ കാലമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ തിന്മയ്ക്കെതിരെ ആത്മീയ പോരാട്ടം നടത്തുവാനുള്ള കാലയളവായി മാറട്ടെ. അതിനായി നമ്മൾക്ക് ഒന്നുചേരാം, കൈകോർക്കാം, ശക്തിയോടെ മുന്നേറുവാൻ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.